നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മന്ത്രി വി എൻ വാസവൻ ചില്ലറക്കാരനല്ല, ചില്ലറക്കാരൻ അല്ലായിരുന്നു. പിണറായി വിജയൻ എന്തു മനസ്സിലാഗ്രഹിക്കുന്നുവോ അത് നടത്തിയെടുക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊടുക്കുന്ന ആളായിരുന്നു വി എൻ വാസവൻ. അങ്ങനെയാണ് NSS SNDP സഖ്യം പ്രാവർത്തികമാക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ പിണറായി വിജയൻ വി എൻ വാസവനെ നിയോഗിച്ചത്. വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും ഒരേ സമയം താല്പര്യമുള്ള, ഇഷ്ടമുള്ള ആളാണ് വി എൻ വാസവൻ. അതുകൊണ്ടാണ് NSS SNDP ഐക്യത്തിൻ്റെ ചാലകശക്തിയായി, പ്രേരകശക്തിയായി വി എൻ വാസവൻ മാറിയത്. എന്നാൽ വി എൻ വാസവൻ പിടിച്ചെടുത്ത് കാര്യങ്ങൾ നിന്നില്ല. വാസവൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് ചില കാര്യങ്ങൾ സംഭവിപ്പിച്ചതോടുകൂടി, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായതോടുകൂടി NSS SNDP സഖ്യം തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ചു, അല്ലെങ്കിൽ ഗർഭത്തിലെ ചാപിള്ളയായി. വി എൻ വാസവൻ ഈ NSS SNDP ഐക്യം യാഥാർത്ഥ്യമാക്കിയാൽ അതുവഴി മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും, അങ്ങനെ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം വീണ്ടും പിണറായിയുടെ മനസ്സിൽ ഉണ്ടാകുമെന്നുമൊക്കെയാണ് വി എൻ വാസവൻ പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളുടെയും അടിസ്ഥാനം വാസവൻ തന്നെ മുൻകൈയെടുത്ത് യാഥാർത്ഥ്യമാക്കാൻ പോയ NSS SNDP സഖ്യമായിരുന്നു. സുകുമാരൻ നായരെ അയ്യപ്പ സംഗമത്തിലെത്തിച്ചത് വി എൻ വാസവൻ്റെ ബുദ്ധിയായിരുന്നു. ഇനിയിപ്പോൾ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും തമ്മിൽ അടുപ്പിച്ചതും വി എൻ വാസവൻ്റെ ബുദ്ധിയായിരുന്നു. എന്നാൽ വി എൻ വാസവനേക്കാൾ ബുദ്ധിയുള്ള ചിലർ അപ്പുറത്തുണ്ടായിരുന്നു. എന്നുവെച്ചാൽ NSS ഡയറക്ടർ ബോർഡിലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലും KPCCയിലുമൊക്കെ വാസവനേക്കാൾ ബുദ്ധിയുള്ള ചിലരുണ്ടായിരുന്നു. അവർ ഈ വാസവൻ്റെ നീക്കം മുൻകൂട്ടി അറിഞ്ഞു. BJPക്കും CPMനും മാത്രം ഗുണം ചെയ്യുന്നൊരു രാഷ്ട്രീയ നീക്കമാണ് NSS SNDP സഖ്യമെന്ന് മനസ്സിലായതോടെ അതിനെ പൊളിക്കാൻ NSS ഡയറക്ടർ ബോർഡിലുള്ളവരും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കളും ശ്രമിച്ചു. അങ്ങനെയാണ് വാസവൻ്റെ കൈവിട്ടുപോയത്, പിടിവിട്ടുപോയത്. വാസവൻ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കാത്ത അവസ്ഥ വന്നു. പിണറായി വിജയന് വേണ്ടി വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒരേ വേദിയിലിരുത്തി, അല്ലെങ്കിൽ ഒരേ ഇടത്ത് കൊണ്ടുവന്നൊരു പത്രസമ്മേളനം നടത്തിച്ച് NSS SNDP സഖ്യം യാഥാർത്ഥ്യമായി എന്ന് പ്രഖ്യാപിപ്പിക്കാനുള്ള നീക്കമായിരുന്നു വി എൻ വാസവൻ്റെ. എന്നാൽ അത് നടന്നില്ല എന്ന് മാത്രമല്ല, NSS ഡയറക്ടർ ബോർഡിലെ യോഗം SNDP NSS ഐക്യത്തെ തള്ളുകയും ചെയ്തു. അപ്പോഴാണ് അക്കിടിയായെന്ന് വി എൻ വാസവന് മനസ്സിലായത്. അവസാനം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. എങ്ങും എത്തിയുമില്ല എന്ന അവസ്ഥയിലായി വി എൻ വാസവൻ. പിണറായിയുടെ മുന്നിൽ മിടുക്കനാകാൻ ആഗ്രഹിച്ച് കളി പലതും കളിച്ച് ബദ്ധവൈരികളായിരുന്ന സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന് ഒരു ഐക്യപ്രഖ്യാപനം നടത്താനുള്ള വാസവൻ്റെ നീക്കം അമ്പേ പരാജയമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വാസവൻ്റെ ഈ ബുദ്ധി സുകുമാരൻ നായർക്കും മനസ്സിലായി, NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും മനസ്സിലായി. അവർ ഇതിന് തലവെച്ച് കൊടുത്തില്ല. വെള്ളാപ്പള്ളി പറയുന്ന എന്തിനും തങ്ങൾ കൂടി ഉത്തരവാദികളാകുമെന്ന് മനസ്സിലായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറിയത്. വെള്ളാപ്പള്ളി ഇനി മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാലും അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകൾക്കെതിരെ പറഞ്ഞാലും അതിനെല്ലാം ഉത്തരവാദി, അതിൻ്റെ എല്ലാം പാപഭാരം NSSൻ്റെ തലയിൽ വീഴുമെന്ന് സുകുമാരൻ നായരും കൂട്ടരും മനസ്സിലാക്കിയപ്പോഴാണ് അവർ പതിയെ പിന്നോക്കം പോയത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ചില ശക്തമായ നീക്കങ്ങളും അതിൻ്റെ പേരിലുണ്ടായിരുന്നു. അങ്ങനെ വാസവന് തൻ്റെ ശ്രമത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. പിണറായി വിജയൻ്റെ മുന്നിൽ അപഹാസ്യനാകേണ്ടിയും വന്നു. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിറങ്ങിയ വാസവൻ അവസാനം ഒന്നും ചെയ്യാനാകാതെ മടങ്ങുന്ന അവസ്ഥ വന്നു. NSS SNDP സഖ്യം പൊളിയുകയും ചെയ്തു.